എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ? കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഗുളിക എഴുതിത്തരാം, ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അല്ല, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഗുളിക കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഡോക്ടറെ. ഇത് അയൺ ആൻഡ് കാൽസ്യം ടാബ്ലറ്റ്സ് ആണ്. അല്ലേ, ചോദിച്ചോളൂ. ഡോക്ടർ, നമുക്ക് ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും പറഞ്ഞു തരുമോ? അത് നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഇല്ലീഗലാണ്. കുട്ടി ആണാണേലും പെണ്ണാണേലും ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ല, സന്തോഷക്കുറവുണ്ടായിട്ടല്ലേ ഡോക്ടർക്ക് ഇതിൽ നോക്കി അറിയാം. ഇല്ല, നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പുറത്ത് രമേശനില്ലേ, രമേശൻ പറഞ്ഞ ഡോക്ടർക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ തന്നാ പറഞ്ഞു തരുമെന്ന്. അപ്പൊ ശരിയാണ്. ഇന്നെന്തായാലും ഫ്രൂട്ട് സാലഡ് വേണോട്ടാ. മേടിച്ച് തരാ, തള്ള കാണാതെ ഞാൻ കൊണ്ടുവന്ന് തരാം. എന്റെ തീറ്റിക്കൂല. ഇവിടെ വാ. ഒന്നനങ്ങി നടക്കോ? അപ്പൊ നിനക്കാണോ അവക്കാണോ ഗർഭം? ഇല്ല അമ്മേ, ഡോക്ടർ പറഞ്ഞേ തട്ടല്ലേ നടക്ക്. ലോകത്തൊരു പെണ്ണ് ഗർഭിണിയായിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് കണ്ട ഇഷ്ടിയായി പോയി. എന്തായിടാ പോയിട്ട്? അമ്മ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല. ഇനി ഒരു മാസം കഴിയുമ്പോ പോയി ഒരു എക്സ്റേ കൂടി എടുക്കണം. എക്സ്റേ ഇല്ല, സ്കാനിങ്. സ്കാനിങ്. എന്ത് സ്കാനിങ് ആണെങ്കിലും ഞാൻ പറഞ്ഞാ നിങ്ങളോട്, അവളുടെ വയറ് കണ്ടപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പറയണ കേൾക്കൂല. ഈ ആശുപത്രി ചെന്നിട്ട് കണ്ണി കണ്ട മിഷീനൊക്കെ എടുത്ത് വയറ്റിലോട്ട് വെക്കാഞ്ഞിട്ടാണ് അവന് കുഴപ്പം മുഴുവൻ. എന്നിട്ടാണ് ഈ കണ്ട ഗുളികയൊക്കെ തന്നത്. കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇനി കുറെ വിഷം എടുത്തു തരും. എന്റെ കൊച്ച, ഈ ഗുളിക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് നിനക്ക് വല്ല അസുഖം ഉണ്ടോ? അമ്മ, ഇത് കാൽസ്യം ഗുളികയാ. കാൽസ്യം ആണെങ്കിൽ എന്താണെങ്കിലും ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനൊക്കെ കാൽസ്യം ഒക്കെ കഴിച്ചിട്ട് എങ്ങനെ പറ്റത്? നിങ്ങൾക്കറിയാലോ, 5 പെറ്റതാ ഞാൻ. ഈ പറമ്പിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തിട്ടുണ്ട്. ഈ പാടത്തും പറമ്പിലൊക്കെ പണിക്കും പോയി കുടുംബത്തെ പണിയും കഴിഞ്ഞിട്ടാടാ നിന്നെയൊക്കെ പ്രസവിച്ചത്. നിനക്കൊക്കെ എന്ത് കുഴപ്പമുണ്ട്? അമ്മ അങ്ങനെ ചെയ്തോണ്ടാണ് എന്റെ കോലം ഇങ്ങനെ ഇരിക്കണം, കയ്യും കാലും ഒക്കെ വളഞ്ഞ്. എന്താടാ നിനക്കൊരു കുഴപ്പം? എന്താ നിനക്കൊരു കുഴപ്പം? എന്ത് വർക്കത്തന്നെടാ നിന്നെ കാണാൻ? വലിയ വർക്കത്താണ്. ഒരു സാധനം പറ്റി വെച്ചേക്കണ കോലം കണ്ടില്ലേ? എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് മണ്ടൂനെ കിട്ടിയത്. നല്ല മക്കളെങ്കിലും ഉണ്ടാവുമല്ലോ. ഭാഗ്യമാണെങ്കിൽ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ, അനങ്ങാതെ ഇരിക്കട്ടെ ഇങ്ങനെ. പിന്നെ എന്താ പറഞ്ഞു ഡോക്ടർ? പിന്നെ ഡോക്ടർ പറഞ്ഞ് ഫുള്ള് റെസ്റ്റ് വേണം, ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകണം, പിന്നെ ഓറഞ്ചും ആപ്പിളൊക്കെ കഴിക്കാൻ കൊടുക്കണം, കട്ടിലേന്ന് എണീക്കണ്ടെന്ന് പറഞ്ഞു. കട്ടിലേന്ന് എണീക്കണ്ട. ഡോക്ടർ അങ്ങനെ പലതും പറയും. അതും കേട്ടോണ്ട് ഇവിടെ കാലുമേ കാലും കയറ്റി ഇരിക്കാനാ നിങ്ങളുടെ ഭാവം? അമ്മ, എന്റെ കാലില് നീരാണമ്മേ. നീരൊക്കെ ഉണ്ടാവും. ആ നീര് മാറണമെങ്കിൽ മേലനെങ്കിൽ പണിയെടുക്കണം. ആ മുറ്റമൊക്കെ അടിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് നോക്കിയേ, എല്ലാ അസുഖവും മാറും. ഇനി അഥവാ ഡോക്ടർ പറയണ കേട്ട് ഇവിടെ കയറി അനങ്ങാതിരിക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോളാം സ്വന്തം വീട്ടിലോട്ട്. ഒന്ന് മാറ്റി വെക്കാം, ആ കുഞ്ഞു പേടിക്കൂലേ? എടാ ചെറുക്ക, ലോകത്തെ ആദ്യത്തെ ഗർഭിണിയൊന്നും അല്ല നിന്റെ ഭാര്യ. നീ എന്താ ഉദ്ദേശിക്കണം? നിനക്കാണോ അവക്കാണ് ഇപ്പൊ ഗർഭം? നമ്മുടെ കുഞ്ഞല്ലേ അമ്മ, ഇത് നമ്മുടെ വീട്ടിൽ വരണ്ടല്ലേ. നീ പോയിക്കടി, ആകത്തുള്ള പാത്രമൊക്കെ കഴുകി വെച്ചേ. എനിക്ക് പറ്റുന്നില്ല പാത്രങ്ങളും. എടാ നീ ഇവിടെ പോണ്? ഇവിടെ വാ. നിന്നോട് ആര് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് പോവാൻ? ഇവിടാ, എന്നാ ഇത് ചെയ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവക്ക് കൂട്ടിരിക്കാനല്ലേ ഉണ്ടോന്ന്. അവളെടുക്കാത്ത എന്ത്? എല്ലാം ഉണ്ടല്ലോ കയ്യില്. ഇച്ചിരി കൂടി ചെറുതെടുക്ക്. ആ വലിയ മടലെടുത്ത് കീറടാങ്ങാട്. Ja, Kwani. Ja. Jag var så nyss med mig då. En kan vara ny till en professor nu, där du kan vara så spännande. Ja. 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 Bye bye, Carol. See you. Bye. വിരലൊടിച്ചെടുക്കുമല്ലോ നീ. എന്ത് പറഞ്ഞ ഡോക്ടർ? 8 മണിക്ക് കയറ്റാണ്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് വാ തുറന്നാണ് ചോദിക്കായിരുന്നില്ലേ? അവൻ കൊറേ ചോദിക്കും.
അവൻ അന്നേരം മുതൽ ആദ്യം പിടിച്ചിരിക്കണം. എന്ത് കാര്യത്തിനാവോ? എന്താ കേൾക്ക, നീ ആദ്യം കൂടെ അട്ടഹസിക്കണ്ടായല്ലോ. അവന്റെ വിചാരം ലോകത്ത് ആദ്യത്തെ ഗർഭിണി അവന്റെ ഭാര്യ എന്നാ. ഞാൻ നിന്നെയൊക്കെ പറ്റപ്പോ നിങ്ങളുടെ അച്ഛൻ ഇതേപോലെ പുറം കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്ന് സ്നേഹത്തിന് വല്ല കുറവുണ്ടായോ? അതുമില്ല. എന്റെ അമ്മ പണ്ടത്തെ മാതിരി ഒന്നല്ല. ഈ സമയത്ത് ഭർത്താവിനൊരു പരിചരണം ഭാര്യയ്ക്ക് ഉണ്ടാവണം നല്ലതാണ്. അപ്പൊ സയൻസ് അടക്കം പറയുന്നു. ഓ പറയട്ടെ പൊന്നോ. ചേട്ടനൊന്ന് എന്ന് കാര്യമായിട്ട് ചോദിക്കേട്ടാ. ഞാനെന്ത് ചോദിക്കാനാടാ? അല്ല, അവര് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകണില്ല. മനസ്സിലാകണില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ ഒന്നും പറയില്ല കേട്ടോ. ഹലോ 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 ഹലോ. ആരാ മകളാ? മകളല്ല, ഭാര്യയാണ്. എനിക്ക് 3 പെൺമക്കളാണ്. ഒരു ആൺകുട്ടി ജനിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി വഴിപാടൊക്കെ കൊടുത്ത്, എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴാണ് ഒരു സ്വാമി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ജനിക്കാൻ വേണ്ടി പോണത് തങ്കമായ ഒരു ആൺകുട്ടിയാണ്. ഈ സ്ത്രീധനം അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചാൽ പോരല്ല, ഇങ്ങോട്ടും മേടിച്ചെടുക്കണ്ടേ, അതിനൊരാള് വേണ്ടേ. അപ്പൊ ജനിക്കാൻ പോണ കുട്ടിയെ കൊണ്ട് സ്ത്രീധനൊക്കെ വാങ്ങിപ്പിച്ചിട്ടേ പോകുന്നർത്ഥം. സുമേഷ് ഞാനാ. ഭാര്യ പ്രസവിച്ചു. ഓ എന്താ സ്വാമി പെൺകുട്ടിയാണ്. സ്വാമി ചർച്ച കേട്ടോ. എനിക്കാണ്ട് ക്യാഷ് കൗണ്ടർ എടുക്കാൻ പറഞ്ഞു. ചെലവുണ്ടിട്ടാ. മന്മഥൻ. ജർമ്മനി മന്മഥൻ. ജർമ്മനി ജപ്പാനല്ല, മന്മഥനല്ലേ? അതെ, ജർമ്മനിയിൽ വന്ന മന്മഥൻ. ഡോക്ടർ വിസിറ്റിംഗ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. മണ്ടുവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. എന്ത് പറ്റാനാണ്? അവരുടെയൊക്കെ ഭാര്യനെ പിന്നെയാണ് കയറ്റിയത്. അവരൊക്കെ പെറ്റതുണ്ടോ? അവരൊക്കെ പെറ്റോളും, നിന്റെ ഭാര്യയും പെറ്റോളും. അവിടെ അനങ്ങാതിരിക്കി. നിനക്ക് പേടിയെങ്കിൽ നീ വീട്ടിൽ പോയിരുന്നാ? വർക്കത്തില്ലാത്ത വർത്താനം പറഞ്ഞോണ്ട് നടക്കണം. What's the matter of tension? No. Okay. Yeah. I'm totally free, man. No. Okay, I will call you back. Okay. See you, bye. See, Mr. Manmadan. അത് മാറ്റിക്കോളൂ. ചവിട്ടുന്നത് മാറ്റിക്കളി. Sorry, doctor. Sorry. ഇത് ഈ പുറത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇനി നിങ്ങളുടെ ഹോസ്പിറ്റല് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം. അതാണ് എന്റെ മെയിൻ എയിം. ഈ വരുന്ന തലമുറയുണ്ടല്ലോ, ന്യൂ ജനറേഷൻ, അവർക്ക് ഞാനൊരു മാതൃകയാകണം. ലേബർ റൂമിൽ സഫർ ചെയ്യുന്ന നമ്മുടെ വൈഫുമാരുടെ പെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ അറിയണം, ഹസ്ബൻഡ്സ് അറിയണം. എന്നാലും നമ്മുടെ ആ റിലേഷൻ ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് ഹസ്ബൻഡ്സ് ആണ്, വി ആർ ഇഡിയറ്റ്സ്. അല്ല, മന്മഥന് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം എന്താ? ഞാൻ ജർമ്മനിയിലെ ബിസിനസ്സാണ് എനിക്ക്. അപ്പോൾ അവിടെ ഇതാണ് അവിടുത്തെ ഒരു പാറ്റേൺ. ലേബർ റൂമിൽ ഹസ്ബൻഡ്സ് ഉണ്ടാവും. ബട്ട് വൈഫിന്റെ ആദ്യത്തെ ഡെലിവറി നാട്ടിലായിരുന്നു, ഇവിടെ. അപ്പൊ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കിയിരുന്നു. ബട്ട് സം ബിസിനസ് പ്രോബ്ലംസ് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അന്ന് ഞാൻ വൈഫിന് ചീറ്റ് ചെയ്തു. എന്നിട്ട് ഓള് പ്രസവിച്ചില്ല. അതതിന്റെ വഴിക്ക് പോയി. ബട്ട് ഞാൻ വൈഫിന് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ അവളുടെ കൂടെ ലേബർ റൂമിൽ ഉണ്ടാവും വാക്ക് കൊടുത്തതാണ് സാർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെലിവറി ടൈമിൽ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് ഇത് വൈറലാക്കണം. അതിനുവേണ്ടി ഒരു ഫോട്ടോ എടുക്കണം. അല്ലത് ഓൾറെഡി വൈറലുണ്ടല്ലോ. നോ അതല്ല സാർ, അതുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതല്ല. വൈറലാക്കണം. അതെ, ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കണം. അപ്പൊ എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ താഴെ ഒരു ക്യാപ്ഷൻ കൊടുക്കണം, ലേബർ റൂമിൽ ഭാര്യയ്ക്ക് തുണയായി ഭർത്താവ്. അതല്ല, ഇപ്പൊ ഈ ഓൾക്കൊപ്പോ ഓനൊപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ ഭാര്യക്കൊപ്പോ. ഇത് മന്മഥൻ ഇതിന് പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? അല്ല, മാനസികമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലേ? ഞാന് എന്റെ ജർമ്മനിയിലെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു. മാത്രമല്ല യൂട്യൂബില് ഞാൻ ഒരുപാട് ഡെലിവറി വീഡിയോസ് കണ്ടു. യൂട്യൂബിലൊക്കെ ഉണ്ട്. യൂട്യൂബ്. അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ പ്രിപ്പയർഡ് ആണ്. ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട് എനിക്ക്. മൊത്തം പ്രശ്നം നടക്കിയത്. ഇവിടെ ഡിസ്കഷൻ നടക്കുമ്പോഴാണോ ഇങ്ങനെ അനുവാദം കയറി വരിക? ഈ ഒരു നേഴ്സല്ലേ? എന്താണ് ഉണ്ണി, എന്താ പ്രോബ്ലം? എന്താ അവിടെ? സാറേ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടേ
അവിടെ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൊത്തം കുഴപ്പം നടക്കുകയായിരുന്നു. അതിനെന്താണ് കുഴപ്പം? ഗർഭമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? എന്താ ആണാന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ. ആണ് ഗർഭോ? ഓ സാർ, ഇത് ജർമ്മനിയിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഗർഭോ? സാറേ, ഇത് എന്തെങ്കിലും ലാബ് മിസ്റ്റേക്ക് ആയിരിക്കും. അത് തന്നെ, ഈ മിസ്റ്റേക്ക് ജർമ്മനിയിൽ സംഭവിക്കാറുണ്ട്. അത് അവരോട് ഒന്നുകൂടി യൂറിൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. സാറേ, അത് അവന് നിൽക്കുന്നില്ല. ഇനി ₹1 തരാൻ പറ്റില്ല എന്നാ പറയുന്നത്. യൂറിൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ലാബിന് പൈസ അടക്കേണ്ടി വരും. സാർ, ഒരു കാര്യം ചെയ്യോ, ഇനി അതിന്റെ പേരിൽ ഒരു കച്ചട ഉണ്ടാക്കണ്ട. അയാളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ബില്ലിൽ കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇത് അവരോട് പറയൂ, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറയൂ കേട്ടോ. മോൻ അത് എന്റെ ബില്ലിൽ ചെയ്താൽ മതി കേട്ടോ മോനെ. ചെയ്തു കൊടുക്ക്, അവരെ ബുദ്ധിയല്ലേ. ഒന്നുകൂടി ചോദിക്കുകയാണ്, മന്മഥൻ പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? മാനസികമായിട്ട് തയ്യാറെടുത്തില്ലെന്നാ സാറ് ചോദിക്കണത്. സാറേ, ഐ എം 100% prepared. ഇല്ലട്ടാ ഒന്ന് പോയി ചോദിക്കില്ലട്ടോ, ഇവിടെ കിടന്ന് ഉറങ്ങണേന്നാ. എടാ, ഞാനാണോ പ്രസവം എടുക്കണത്? ആണോ? അവിടെ വേറെ ആൾക്കാരില്ലേ? ഞാൻ എന്ത് പോയിട്ട് ഈ ചോദിക്കണത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി മോനെ. ഇനി നോക്കി അവളിപ്പോ പെറൂല. 2 ദിവസം കൃത്യം 2 ദിവസം കഴിഞ്ഞ അവള് പെറും. അത് പെൺകൊച്ചു നോക്കിക്ക. എന്താ കണക്ക്? അങ്ങനെ കണക്കുണ്ട്. പഴയ ആൾക്കാർക്ക് അങ്ങനെ പലതും അറിയാം. നീ അവളുടെ വയറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ തവള എടാ, അവളുടെ വയറ് താഴോട്ട് ഇടിഞ്ഞ് മുങ്ങി ഇങ്ങനെ കൂർത്തല്ലിരിക്കണത്. അത് പെൺകൊച്ചുങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആൺകൊച്ചാണെങ്കിൽ വയറ് കോട്ടം പോലെ ഇരിക്കും. നല്ല ക്ഷീണം ഉണ്ടാവും. മറിമായം. അയ്യോ, ജലകം തോറ്റി. ഭാര്യക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിട്ട് ലേബർ റൂമിൽ കയറിയത്. ഓക്ക് അനസ്തേഷ്യ കൊടുക്കുന്ന കണ്ടപ്പോ തന്നെ ജർമ്മനിന്റെ ബോധം പോയി. കാഷ്വാലിറ്റിയിലേക്ക്. പ്യാരിജാതന്റെ ഭാര്യയുടെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ, കൺസെന്റ് ഒപ്പിടണം. ഒന്ന് റിസപ്ഷനിലേക്ക് പോയി. എന്നപ്പോഴേ പറഞ്ഞല്ലേ വലിയേട്ടനോട് കയറി ഒന്ന് ചോദിക്കുന്നത്. ഞാൻ കയറി ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കില്ലേ? ഇത് എന്തിനാണ് ഈ കരയാൻ നിൽക്കണത്? ആവശ്യമില്ലാത്ത പോയി ഇവിടെ ചെല്ലാൻ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെല്ലടാ. തലക്ക് ഒന്നോട് തരട്ടെ, മിണ്ടാണ്ടോട് ഇരുന്നാ. ഒന്നും ഡോക്ടറോട് ചോദിക്കില്ലേട്ടാ. ഇങ്ങോട്ട് നീക്കട പോകാം. ഞാൻ അവിടെ പോയിട്ട് ഒപ്പിടൊക്കെ വേണ്ടി വരും. നീയാണ് ഭർത്താവ്, ഞാനല്ല. ഇന്നലെ എന്നോട് തന്നെ ഇതൊക്കെ പറയണം. ചേട്ടനെ ഇട്ടാ പോലെ ഡോക്ടറെ, ഞങ്ങള് മണ്ടോദരിയുടെ ബന്ധുക്കളാണ്. ഇയാളാണ് ഭർത്താവ്, ഞാൻ ഏട്ടനാണ്. ഇത് അമ്മ. അവളെ നോക്കുന്ന ഡോക്ടർമാരാണ്. നിങ്ങൾ ഈ ഓപ്പറേഷൻ കൺസെന്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തല്ലോ അല്ലേ? അത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഡോക്ടർ. 1-2 സംശയങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് മതി എന്ന് വിചാരിച്ചു. അതായത് ആരോഗ്യമുള്ള തങ്കക്കൂടത്തിന് സ്വാഭാവികമായിട്ടുള്ള പ്രസവം എന്നാണല്ലോ സർക്കാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് നമുക്ക് ഈ ഡെലിവറി മറ്റേ സിസേറിയൻ ഒഴിവാക്കിയിട്ട് നോർമൽ പ്രസവത്തിലേക്ക് തന്നെ കാത്തുകൂടെ എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നുമില്ലേ? ഇത് നിങ്ങളെ കേസ് കോംപ്ലിക്കേഷൻ ആണ് മണ്ടോദരിന്റെ. അതുകൊണ്ടാണ് നമ്മളിത് വേണമെന്ന് പറയുന്നത്. പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴത്തെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. അല്ല ഡോക്ടറെ, അതിപ്പോ ഈ സിസേറിയൻ ഒരുപാട് കൂടി വരുന്നു ആശുപത്രികളിൽ എന്ന് പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഉണ്ട് അതിന്റെ. ഇത് ഈ പത്രക്കാർക്കും വാർത്തകളിലൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിപ്പോ നിങ്ങളെ പോലുള്ള ആളുകൾ തന്നെ, ഇത് പറയുന്ന ആളുകൾ തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ കോളർ പിടിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഗ്ലാസ് തല്ലി പൊളിക്കും. ഇപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും വലിയ പ്രോബ്ലം വരുന്നു തോന്നുന്ന ഘട്ടത്തിൽ ഓപ്പറേറ്റ് ചെയ്താൽ പോലെ. അല്ല, എന്താ പേരെന്താ? പേര് സത്യശീലൻ. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന തീരുമാനം അല്ല. ഇത് നമ്മളിത് ഘട്ടം ഘട്ടമായിട്ട് ഈ കുട്ടിയെ പരിശോധിച്ചോണ്ടിരിക്കുകയാണ്. ഡോക്ടറെ, ഈ കള്ളത്തിലൊന്നും ഇവിടെ പറ്റൂല. ഞങ്ങളുടെ അടുത്ത് പറ്റൂല. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതിയല്ല. മിണ്ടാക്കടാ, പറയണ്ടേ? അല്ല, ഇത്രയും നാളും നിങ്ങളുടെ ആശുപത്രിയിൽ കയറി ഇറങ്ങിയല്ലേ ഇവനും അവളും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? കൊടുക്കാവുന്നതിന്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ എന്താ ഇങ്ങനെ വന്നത്? നിങ്ങളെ എല്ലാ മാസവും ഇവിടെ വിളിച്ചു വരുത്തി ആ കൊച്ചിന്റെ മിണ്ടാതിരിക്കാൻ. ഞാൻ പറയട്ടെ
ഇല്ല, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ എല്ലാ മാസവും വിളിച്ചു വരുത്തി ആ പെങ്കൊച്ചിന്റെ വയറ്റ് തോര മിഷ്യൻ പിടിപ്പിക്കുക, വിഷമുള്ള ഗുളിക തിന്നാൻ കൊടുക്കുക ചെയ്ത. ഇതൊന്നും നോക്കണ്ടായിരുന്നു. അല്ല പറയട്ടെ, ഇത് പറഞ്ഞു മനസ്സിലാക്കൂ. ഇത് എന്താ കാര്യം വെച്ചാല് ആ കുട്ടിക്ക് ആവശ്യമായിട്ടില്ല, എന്റെ കുറവുണ്ടായിരുന്നു, അതിനാണ് ആ ഗുളിക. ഡോക്ടറെ ഇതേ ഇപ്പഴല്ല, ഈ പ്രസവം എന്ന് പറഞ്ഞ സംഗതി ഇപ്പൊ ഉണ്ടായതല്ല. ഞാൻ 5 പെറ്റ, നിങ്ങൾക്ക് അറിയാമോ? 5 മക്കളുണ്ട് എനിക്ക്. ഈ കാണാവുന്ന പെൺപിള്ളേരുടെ ഒക്കെ പ്രസവം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഞങ്ങളോളെ കീറി മുറിക്കണില്ല. കീറി മുറിക്കണ്ട.